1944 നവംബർ 20 ഈ ദിവസത്തിന് ജപ്പാൻ്റെ യുദ്ധചരിത്രത്തിൽ ചെറുതല്ലാത്ത പ്രാധാന്യമുണ്ട്. കാരണം അന്നാണ് ലഫ്റ്റനൻറ്റ് സാക്കിയോ നിഷിന എന്ന 22-കാരൻ ഒറ്റയ്ക്ക് USS മിസിസിനോവ എന്ന ഭീമാകാരൻ അമേരിക്കൻ പടക്കപ്പലിനെ പസഫിക്കിൻ്റെ ആഴങ്ങളിലേക്ക് മുക്കിക്കളഞ്ഞത്. അതിനയാൾ ആയുധമായി ഉപയോഗിച്ചത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ പോരാട്ടത്തിൻ്റെ കഥയാണ്. അതായത് ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച അന്തർവാഹിനികളെ സ്വന്തം ജീവൻ ഇന്ധനമായി ഉപയോഗിച്ച് പടക്കപ്പലുകളുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറ്റി തകർത്ത് കളയാൻ ഒരുങ്ങി പുറപ്പെട്ട ജാപ്പനീസ് ചാവേറുകളുടെ കഥ, അഥവാ ജപ്പാൻകാർ കൈറ്റൻ എന്ന് ഓമനപ്പേരിട്ട് വിളിച്ച ചാവേർ അന്തർവാഹിനികളുടെ കഥ. ഏതാണ്ട് 1942 മുതലാണ് ഈ കൈറ്റനുകൾ എന്ന് വിളിക്കുന്ന ചാവേർ സബ്മറീനുകളുടെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അതായത് നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ 2 വർഷങ്ങളിൽ ജപ്പാൻ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഏഷ്യ പസഫിക് മേഖല കണ്ടത് ജപ്പാൻ്റെ അപ്രമാദിത്യമായിരുന്നു. അങ്ങനെ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ജപ്പാൻ 1941 ഡിസംബർ 7 അമേരിക്കയുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചു. ഇതോടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. അതുവരെ പരസ്യമായി യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്ന അമേരിക്ക ഒഫീഷ്യലി ഈ യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഏതാണ്ട് ഈ പേൾ ഹാർബർ ആക്രമണം കഴിഞ്ഞ് കൃത്യം 6 മാസങ്ങൾ കഴിഞ്ഞാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച നാവികയുദ്ധം പസഫിക്കിൽ അരങ്ങേറുന്നത്. ദ ബാറ്റിൽ ഓഫ് മിഡ്വേ. അതായത് അഡ്മിറൽ ചെസ്റ്റർ വില്യം നിമിറ്റ്സ് നയിച്ച അമേരിക്കയുടെ പസഫിക് ഫ്ലീറ്റ് ജപ്പാൻ്റെ 4 വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ 20-ലധികം കപ്പലുകളും 100 കണക്കിന് വിമാനങ്ങളുമാണ് തകർത്ത് കളഞ്ഞത്. യുദ്ധത്തിൽ ഏതാണ്ട് 3000-ലധികം ജാപ്പനീസ് സൈനികരാണ് കൊല്ലപ്പെട്ടത്. നഷ്ടത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അമേരിക്കൻ സൈഡിലും സാരമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. ഒരു വിമാനവാഹിനി ഉൾപ്പെടെ പല കപ്പലുകളും പൂർണ്ണമായും തകർക്കപ്പെട്ടു. ധാരാളം കപ്പലുകൾക്ക് സാരമായ രീതിയിൽ നാശനഷ്ടങ്ങളുണ്ടായി. കൂടാതെ ഏതാണ്ട് 200ഓളം വിമാനങ്ങളാണ് തകർക്കപ്പെട്ടത്. സ്വാഭാവികമായും യുദ്ധങ്ങൾ അങ്ങനെയാണ്. ഒരു യുദ്ധത്തിൻ്റെ മധ്യേ ജയിച്ചവൻ്റെയും തോറ്റവൻ്റെയും നഷ്ടങ്ങളുടെ, ജയിച്ചവൻ്റെയും തോറ്റവൻ്റെയും പരിക്കുകളുടെ അളവെടുക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷേ ആ സമയത്ത് ജപ്പാനിലും അമേരിക്കയിലും നിലനിന്ന സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അതായത് ഈ സമയമൊക്കെ അപ്പം ജാപ്പനീസ് ദ്വീപുകളുടെ മുകളിലൂടെ എപ്പോഴും അമേരിക്കൻ വിമാനങ്ങൾ, അമേരിക്കൻ ബോംബറുകൾ റാഗി പറന്ന് ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഫലമായിട്ട് ജപ്പാൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്കും സാരമായ തകരാറുകൾ സംഭവിച്ചു. പുതിയ യുദ്ധോപകരണങ്ങളും അതുപോലെ പടക്കോപ്പുകൾ, അതായത് കപ്പലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ആ സമയത്ത് ജപ്പാൻ ഉണ്ടായിരുന്നത്. എന്നാൽ മറുവശത്താകട്ടെ അമേരിക്ക വളരെ സ്റ്റേബിളായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതായത് നമുക്കറിയാം, ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉടനീളം ഈ പേൾ ഹാർബറിലും മറ്റു ചില ഭാഗങ്ങളിലുമൊക്കെ ആക്രമണം ഉണ്ടായെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മെയിൻലാൻഡ് അമേരിക്കയിൽ ഒരിക്കൽ പോലും എടുത്തു പറയത്തക്ക രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങൾ കരയിൽ നിന്നോ കടലിൽ നിന്നോ ആകാശത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അമേരിക്ക അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആയുധങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ നിർമ്മിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 10, 20 അല്ലെ 50, 100 കപ്പലുകൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ജപ്പാൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. ഏതായാലും ഈ ഒരു യുദ്ധം, മിഡ്വേയിൽ നടന്ന ആ നാവിക യുദ്ധത്തിനെ തുടർന്നാണ് ജപ്പാനിലെ സൈനികർ ചാവേറുകളായി മാറാൻ തുടങ്ങിയത്. അങ്ങനെ ജീവത്യാഗം ചെയ്യാൻ സ്വയം സന്നദ്ധരായി വന്ന ജാപ്പനീസ് സൈനികർ, അതായത് നമുക്കറിയാം വെറും സൈനികരല്ല, സമുറായി പാരമ്പര്യമുള്ള പോരാളികളാണ് ജപ്പാൻ്റെ സൈനികർ എന്ന് പറഞ്ഞാൽ. യുദ്ധത്തിൽ മരണം വരിക്കുന്നത് അങ്ങേയറ്റത്തെ അഭിമാനമായി കണക്കാക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള സൈനികർ, അങ്ങനെ സന്നദ്ധരായി ജീവത്യാഗം ചെയ്യാൻ മുന്നോട്ട് വന്ന സൈനികരെ അണിനിരത്തി ജപ്പാൻ ഒരു സേന തന്നെ രൂപീകരിച്ചു. ജാപ്പനീസ് സ്പെഷ്യൽ അറ്റാക്ക് യൂണിറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ചാവേർ വിമാനങ്ങളും ചാവേർ അന്തർവാഹിനികളും എന്ന് വേണ്ട മൈനുകളുമായിട്ട് മുങ്ങിച്ചെന്ന് കപ്പലുകളെ തകർക്കുന്ന ചാവേർ മുങ്ങൽ വിദഗ്ധന്മാരും ഹ്യൂമൻ പൈലറ്റഡ് ബോംബുകൾ, അതായത് മനുഷ്യർ ബോംബുകൾക്കകത്തേക്ക് കയറി സ്വയം ഗൈഡൻസ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്ന ബോംബുകൾ പോലും ഉണ്ടായിരുന്നു. അത്ര ഭീകരമായ ചാവേർ സേനയായിരുന്നു ജപ്പാന് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഉണ്ടായിരുന്നത്. നമ്മുടെ കഥാനായകനായ സാക്കിയോ നിഷിനയും ഏതാണ്ട് ഈ സമയത്താണ് ജാപ്പനീസ് ഇമ്പീരിയൽ നേവിയുടെ ഭാഗമായി മാറുന്നത്. അതായത് നമുക്കറിയാം, ഈ രണ്ടാം ലോകമഹായുദ്ധത്തിലുടനീളം നാവിക യുദ്ധങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ട്, ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു സബ്മറീനുകൾ. ജപ്പാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പല പടക്കപ്പലുകളും ജാപ്പനീസ് സബ്മറീനുകൾ ടോർപിഡോ ആക്രമണത്തിലൂടെ തകർത്ത് കളയുകയുണ്ടായിട്ടുണ്ട്.
പക്ഷേ രണ്ടാം ലോകമഹായുദ്ധം എന്ന ഈ മഹാസംഭവം അതിൻ്റെ നാൾ വഴികളിലൂടെ പുരോഗമിക്കവേ അമേരിക്ക നാൾക്ക് നാൾ അവരുടെ ആയുധങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അമേരിക്കൻ നേവിയുടെ ഭാഗമായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള സോണാറുകളും മറ്റും വരാൻ തുടങ്ങി. ഇത്തരം സോണാറുകളും മറ്റും വന്നതോടുകൂടി അന്തർവാഹിനികൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു പരിധിയിൽ കൂടുതൽ സക്സസ് ആകാതെ ആയി. അതായത് അമേരിക്കൻ നേവി, അമേരിക്കൻ കപ്പലുകൾ വളരെ എഫക്റ്റീവായിട്ട് ജാപ്പനീസ് സബ്മറീനുകളെ കണ്ടെത്തി പ്രതിരോധിക്കാനും തകർത്ത് കളയാനും തുടങ്ങി. അതായത് നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട അന്തർവാഹിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ന്യൂക്ലിയർ പവേർഡ് സബ്മറീനുകളൊന്നും അല്ല. ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡീസൽ ഇലക്ട്രിക് സബ്മറീൻ എന്നൊക്കെ വിളിക്കുന്ന സബ്മറീനുകൾ, അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കാളും വളരെ ക്രൂഡായിട്ടുള്ള ടെക്നോളജി ആയിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നതുകൂടെ ഓർക്കണം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ജാപ്പനീസ് സബ്മറീനുകളെ കണ്ടെത്തി അമേരിക്കക്ക് നശിപ്പിച്ച് കളയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ പവർഫുൾ ആയിട്ടുള്ള അമേരിക്കൻ സോണാറുകളുടെ പരിധിയിൽ പെടാതിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്റ്റെൽത്ത് ടെക്നോളജിയൊക്കെ വേണ്ടി വന്നേക്കാം. ഏതായാലും അതൊന്നും പോസിബിൾ ആയിരുന്നില്ല. എന്നാൽ വലിപ്പം കുറഞ്ഞ സബ്മറീനുകൾ, വളരെ ചെറിയ സബ്മറീനുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അവയ്ക്ക് ഈ സോണാറുകളുടെ കണ്ണ് വെട്ടിച്ച് കപ്പലുകളുടെ മേലെ അറ്റാക്ക് നടത്താൻ സാധിക്കുമെന്ന് ജപ്പാൻകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ യുദ്ധ സാഹചര്യത്തിൽ പുതിയ രീതിയിലുള്ള സബ്മറീനുകൾ ഡെവലപ്പ് ചെയ്യാനോ അവ നിർമ്മിക്കാനോ എന്നുള്ള സാഹചര്യത്തിലായിരുന്നില്ല ജപ്പാൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ സമയമൊക്കെ ആയപ്പം നേവൽ ട്രെയിനിങ് ഒക്കെ പൂർത്തീകരിച്ച് നമ്മുടെ സാക്കിയോ നിഷിന ജപ്പാന്റെ യുദ്ധവിജയത്തിനായി തന്നാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയുമായി തലപുകച്ച് നടക്കുകയായിരുന്നു. അതായത് സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുക എന്നതൊക്കെ നിഷീനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിരുന്നു. അതിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിഷിന ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള നിഷിനയ്ക്ക് ഏതാണ്ട് സമാന ചിന്താഗതിക്കാരനായ ഒരു കൂട്ടുകാരനെയും ലഭിച്ചു. അയാളുടെ പേരായിരുന്നു ഹിരോഷി കൊറോക്കി. അവർ പല ഐഡിയകളും മുന്നോട്ട് വെച്ചു, പലതരം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ഒടുവിൽ അവരുടെ മുന്നിലേക്ക് ഒരു വന്യമായ ചിന്ത കടന്നു വന്നു. അതായത് ഈ സോണാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ പാകത്തിലുള്ള ചെറിയ സബ്മറീനുകൾ നിർമ്മിച്ചെടുക്കുന്നതിനെ ബുദ്ധിമുട്ടുള്ളൂ. ഒരു ടോർപിഡോയെ, അതായത് അവരുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ടോർപിഡോ എടുത്ത് അതിനെ ഒരു സബ്മറീനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതുപയോഗിച്ച് കപ്പലുകളെ ആക്രമിക്കാൻ സാധിക്കും. ഒരു സബ്മറീനെ അപേക്ഷിച്ച് വലുപ്പത്തിൽ വളരെ ചെറുതായ ടോർപിഡോകൾ പെട്ടെന്നൊന്നും സോണാറുകളുടെ കണ്ണിൽ പെടുകയുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. അതായത് ഈ ടോർപിഡോ എന്തിനാണ് ഒരു സബ്മറീനായി കൺവേർട്ട് ചെയ്യുന്നത്? ടോർപിഡോ ആയിട്ട് തന്നെ ഫയർ ചെയ്താൽ പോരെ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഐഡിയ വന്യമാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത്. അതായത് നമ്മൾ ഈ കാലത്ത് ഉപയോഗിക്കുന്ന ടോർപിഡോകളുമായിട്ട് സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ ടോർപിഡോകളെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ പ്രഹരശേഷിയുടെ കാര്യത്തിലുള്ള കമ്പാരിസൺ അല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇന്നുള്ള ടോർപിഡോകളോളം തന്നെ പ്രഹരശേഷി ഉള്ളതോ അല്ലെങ്കിൽ അതിൽ കൂടിയ പ്രഹരശേഷി ഉള്ളതോ ആയ ടോർപിഡോകളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വ്യത്യാസം ഉണ്ടായിരുന്നത് അവയുടെ സെൻസർ സിസ്റ്റങ്ങളിലും അല്ലെങ്കിൽ ഗൈഡൻസ് സിസ്റ്റങ്ങളിലും ഒക്കെയാണ്. നമുക്കറിയാം ഇന്ന് പല ടോർപിഡോകളും അല്ലെങ്കിൽ നമ്മൾ ഇന്നുള്ള ഡ്രോണുകളോ അല്ലെങ്കിൽ മിസൈലുകളോ ഒക്കെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സെൻസറുകളും ഗൈഡൻസ് സിസ്റ്റങ്ങളും ഒക്കെ ഉള്ളതാണ്. അതായത് നമ്മുടെ ടാർഗറ്റ് ലോക്ക് ചെയ്ത് ടോർപിഡോകളോ മിസൈലുകളോ ഒക്കെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് അതിൻ്റെ പൊസിഷൻ എത്ര കണ്ട് ചേഞ്ച് ചെയ്താലും അല്ലെങ്കിൽ ആ ടാർഗറ്റിനും ഈ ടോർപിഡോയ്ക്കും ഇടയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലും അവയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ലക്ഷ്യം കാണാനുള്ള കേപ്പബിലിറ്റി ഇന്നുള്ള മിസൈലുകൾക്കും ടോർപിഡോകൾക്കും ഒക്കെ ഉണ്ട്. അതിനുള്ള അഡ്വാൻസ് ഗൈഡൻസ് സിസ്റ്റങ്ങളും സെൻസറുകളും നാവിഗേഷൻ കേപ്പബിലിറ്റീസും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റീസും ഒക്കെ ഇന്നുള്ള ആയുധങ്ങൾക്കുണ്ട്. പക്ഷേ അന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. വളരെ റൂഡമെൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂഡായിട്ടുള്ള ഓട്ടോമൊബൈൽ സിസ്റ്റങ്ങളും മറ്റും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഏതാണ്ട് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന പോലെ ഒരു ടാർഗറ്റിനെ ലക്ഷ്യമാക്കി ഈ സംഭവം ഫയർ ചെയ്യായിരുന്നു അക്ഷരാർത്ഥത്തിൽ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഈ ടാർഗറ്റ് അതിൻ്റെ പൊസിഷൻ മാറ്റുമോ അല്ലെങ്കിൽ ഈ ടോർപിഡോയുടെ പാതയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ലക്ഷ്യം കാണാതെ തകർന്നു പോവുകയാണ് ചെയ്തത്. ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റനൻറ്റ് സാക്കിയോ നിഷിനയും ലെഫ്റ്റനൻറ്റ് ഹിരോഷി കൊറോക്കിയും അവരുടെ ഐഡിയ കൊണ്ടുവന്നത്. അതായത് ഒരു ടോർപിഡോയിലേക്ക് വളരെ അഡ്വാൻസ് ആയ ഒരു സെൻസർ സിസ്റ്റം ഘടിപ്പിക്കുക. അതായത് അതിൻ്റെ പാതയിൽ സൃഷ്ടിക്കപ്പെടാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഇനിയും ഈ ടാർഗറ്റ് അതിൻ്റെ പൊസിഷൻ എങ്ങനെയൊക്കെ മാറ്റിയാലും അതിലേക്ക് ഈ ടോർപിഡോയെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സെൻസർ സിസ്റ്റം. ആ സെൻസർ സിസ്റ്റമായിട്ട് അവർ പ്രപ്പോസ് ചെയ്തത് മനുഷ്യൻ്റെ തലച്ചോറ് തന്നെയായിരുന്നു. അതായത് ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച ടോർപിഡോയ്ക്കുള്ളിൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ചാവേർ പോരാളി. ഈ ഒരു പ്രപ്പോസൽ ജാപ്പനീസ് ഇമ്പീരിയൽ നേവിയുടെ മേശപ്പുറത്തേക്ക് വെറും 22 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഈ 2 നാവികർ വെക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം പൊതുവെ നമുക്കറിയാം വീറും വാശിയുള്ള ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ചില എടുത്തുകാട്ടങ്ങൾ കാണിച്ചാലും അനുഭവസമ്പത്തുള്ള ഹയർ ഒഫീഷ്യൽസ് ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയില്ല. ഇതറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രോജക്റ്റിനുള്ള കമ്മിറ്റ്മെൻറ്റ് എത്രമാത്രമാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ 2 നാവികരും
ഈ പ്രപ്പോസൽ എഴുതാൻ മഷിയായി ഉപയോഗിച്ചത് അവരുടെ സ്വന്തം ജീവരക്തം തന്നെയായിരുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ നടുവിൽ വിജയിക്കാൻ എന്ത് മാർഗം തേടണം എന്ന് അറിയാതെ നിന്ന ജാപ്പനീസ് ഇമ്പീരിയൽ നേവിയുടെ ഹയർ ഒഫീഷ്യൽസിനെ കൊണ്ട് വലിയ സമ്മർദ്ദങ്ങളൊന്നും കൂടാതെ ഈ പ്രപ്പോസൽ അംഗീകരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു. അതായത് ഇവരുടെ പ്രപ്പോസലിൽ ഉണ്ടാകുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു ചാവേർ ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടലായിരുന്നു. പക്ഷേ നേവിയുടെ ഹയർ അതോറിറ്റി ഇവരോട് പറഞ്ഞത് അങ്ങനെ ഒരു ചാവേർ ആക്രമണം നടത്തേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒരു ഹ്യൂമൻ ഗൈഡഡ് ആയിട്ടുള്ളൊരു ടോർപിഡോ നിർമ്മിക്കുക. ഈ ടോർപിഡോ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തുമ്പോൾ ടോർപിഡോ ടാർഗറ്റിലേക്ക് അടുത്തെത്തിയതിന് ശേഷം, അതായത് ഫൈനൽ ആക്സിലറേഷൻ നടത്തുന്ന ഫൈനൽ അറ്റാക്ക് നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പൈലറ്റിന് അതിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു എസ്കേപ്പ് ഹാച്ചും കൂടെ ഇതിൻ്റെ ഡിസൈനിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കണം എന്നാണ് ഹയർ ഒഫീഷ്യൽ ഇവരുടെ പ്രപ്പോസലിൽ ഒരു തിരുത്തായി വെച്ചത്. ഏതായാലും കുറോക്കി നിഷിനയും ചേർന്ന് ഈ പുതിയ ടോർപിഡോ സബ്മറൈൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അതിനവർ കൊടുത്ത പേര് കെയ്റ്റൻ എന്നാണ്. കെയ്റ്റൻ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം ടേണിംഗ് ഹെവൻ അല്ലെങ്കിൽ ഹെവൻ ഷേക്കർ എന്നൊക്കെയാണ്. അത് പലരും പല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തന്നെ പലരും ഇതിനെ കമക്കസി സബ്മറൈൻസ് എന്നൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ കമക്കസി എന്ന് വിളിക്കുന്നത് ജാപ്പനീസ് ചാവേർ എയർക്രാഫ്റ്റുകളെയാണ്. അതായത് ഇതേ രീതിയിൽ സ്ഫോടകവസ്തുക്കൾ നിറച്ചുകൊണ്ട് ഹ്യൂമൻ ഗൈഡഡായിട്ട് വിമാനങ്ങൾ മിസൈലുകളായി ജപ്പാൻ ഉപയോഗിച്ചു. അവയാണ് കമക്കസെ എന്ന് വിളിച്ചത്. കമക്കസെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഡിവൈൻ വിൻഡ് എന്നൊക്കെയാണ്. അതിന് കുബ്ലക്കാൻ്റെ ആർമദയൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട വലിയൊരു കഥ തന്നെ അതിൻ്റെ പിന്നിൽ, ആ പേരിന് പിന്നിലുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പം പോകുന്നില്ല. അപ്പം ഈ കമക്കസെ എന്നുള്ള പേര് ഇന്ന് നമ്മൾ ചാവേർ ഡ്രോണുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സെൽഫ് ലോയിറ്ററിങ് ഡ്രോണുകളെയൊക്കെ വിളിക്കാൻ കമക്കസെ എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ചാവേർ പോരാളികൾ എങ്ങനെയാണോ ഈ വിമാനത്തെ പൈലറ്റ് ചെയ്ത് ടാർഗറ്റിൽ എത്തിക്കുന്നത്, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ സെൻസറുകളുടെ സഹായത്തോടുകൂടി ഇങ്ങനെ ആയുധങ്ങൾ, വാർഹെഡുകൾ ഘടിപ്പിച്ച ഡ്രോണുകളെ ടാർഗറ്റിൽ എത്തിക്കാറുണ്ട്. അതായത് ഈ ഡ്രോണുകൾ ഒരിക്കൽ ടാർഗറ്റുമായി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടാർഗറ്റ് എവിടെ പോയാലും അതിൻ്റെ പുറകെ പോയി തകർക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡ്രോണുകളുണ്ട്. അത് നമ്മളിന്ന് ചെയ്യുന്നത് സെൻസറുകളുടെയും അഡ്വാൻസ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റങ്ങളുടെയും മറ്റ് ഗൈഡൻസ് സിസ്റ്റങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ ജപ്പാൻ 1940കളിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഇത് ചെയ്തത് മനുഷ്യരെ ഉപയോഗിച്ചാണ്. ഇങ്ങനെയുള്ള ചാവേർ പോരാളികൾ മാത്രമുള്ള ഒരു സേന തന്നെ ജപ്പാനിലുണ്ടായിരുന്നു. അത് ജാപ്പനീസ് സ്പെഷ്യൽ അറ്റാക്ക് യൂണിറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതാണ്ട് 17-25 ഇടയിൽ പ്രായമുള്ള സൈനികരായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു ഈ സേനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നവർ. അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെറുപ്പക്കാരായിട്ടുള്ള വളരെ സൈന്യത്തിലേക്ക് കയറി വന്ന ചെറുക്കന്മാരെ പിടിച്ചുകൊണ്ട് പോയി നിർബന്ധിച്ച് ചാവേർ പോരാളികളാക്കി മാറ്റുകയായിരുന്നു ജപ്പാൻ ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ ചാവേർ പോരാളികളായി മാറിയ എല്ലാവരും തന്നെ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നവരായിരുന്നു. അതായത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇങ്ങനെ ചാവേർ അറ്റാക്കുകൾ നടത്താൻ, ഇങ്ങനെ ചാവേറുകളായി ജീവത്യാഗം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ജപ്പാൻ ഈ പറഞ്ഞ ജാപ്പനീസ് സ്പെഷ്യൽ അറ്റാക്ക് യൂണിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. ഇനി നമ്മുടെ കൈറ്റൻ സബ്മറൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സബ്മറൈൻ നിർമ്മിക്കാൻ വേണ്ടി ഈ രണ്ട് കൂട്ടുകാർ, അതായത് നമ്മുടെ ലെഫ്റ്റനൻറ്റ് നിഷിനയും കുറോക്കിയും ഉപയോഗിച്ചത് ജപ്പാൻ്റെ ടൈപ്പ് 93 ടോർപിഡോകളാണ്. ഈ ടോർപിഡോയുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലായി ഒരു സിലിണ്ടറിക്കൽ ക്യാബിൻ ഘടിപ്പിച്ച്, അതായത് പൈലറ്റിന് ഇരിക്കാനുള്ളൊരു ക്യാബിൻ ഘടിപ്പിച്ച് ഇതിനെ ഒരു ചെറിയ സബ്മറീനാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ക്യാബിൻ ഇതിലേക്ക് വന്നപ്പോഴത്തേന് ടോർപിഡോയുടെ നീളം കൂടിയെന്ന് മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സകല സംവിധാനങ്ങളും ഇവർക്ക് റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് നമുക്കറിയാം സബ്മറീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു പെരിസ്കോപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു റിട്രാക്റ്റബിൾ പെരിസ്കോപ്പ് ഇതിലേക്ക് കൊണ്ടുവന്നു. അതുതന്നെയല്ല ഇതിൻ്റെ ഗൈറോസ്കോപ്പ്, അതായത് ഇതിൽ ഉപയോഗിച്ചിരുന്നത് ഒരു ന്യൂമാറ്റിക് ഗൈറോസ്കോപ്പാണ്. ആ ന്യൂമാറ്റിക് ഗൈറോസ്കോപ്പിൻ്റെ സ്ഥാനത്തേക്ക് ഒരു ഇലക്ട്രിക്കൽ ഗൈറോസ്കോപ്പ് കൊണ്ടുവന്നു. തന്നെ പോലെ ഈ ടോർപിഡോയിൽ ഈ പൈലറ്റിന് ഇരിക്കാൻ സാധിച്ചാൽ മാത്രം പോരല്ലോ, ഇതിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം, അതായത് ടോർപിഡോയുടെ കൺട്രോൾ, എൻജിൻ്റെ കൺട്രോളും അതുപോലെ അതിലെ വാർഹെഡിൻ്റെ കൺട്രോളും എല്ലാം തന്നെ ഈ പൈലറ്റിനെ ഏറ്റെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ട അറേഞ്ച്മെൻറ്റുകളെല്ലാം ഈ പൈലറ്റിൻ്റെ ക്യാബിനുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു ഈ ടൈപ്പ് 93 ടോർപിഡോയുടെ നീളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9.6 മീറ്ററാണ്, 9.6 മീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരം ഏതാണ്ട് 3 ടണ്ണും വരും. പക്ഷേ ഇത് കൈറ്റനായി മാറിയപ്പോഴത്തേന് ഇതിൻ്റെ നീളം 15 മീറ്ററായി വർദ്ധിച്ചു. അതുപോലെ ഭാരം 10 ടണ്ണോളം വർദ്ധിച്ചു. അതായത് ഈ ടോർപിഡോയിൽ ഉപയോഗിച്ച വാർഹെഡിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 480 കിലോഗ്രാമാണ്. പക്ഷേ കൈറ്റനിൽ ഇവർ നിറച്ചിരുന്ന വാർഹെഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.6 ടൺ ഭാരമുള്ള വാർഹെഡായിരുന്നു. അതായത് അതിൽ ഒരു വാർഹെഡല്ല, പലതരത്തിലുള്ള വാർഹെഡുകളുണ്ട്. അതെല്ലാം കൂടെ കൂടിയാണ്ട് 1.6 ടൺ ഭാരം ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിഷിനയും കറോക്കയും സ്വയമാണ് ഈ ടോർപിഡോയെ ഈ കൈറ്റൻ എന്ന സബ്മറീനായി റീഡിസൈൻ ചെയ്തെടുത്തത്. തന്നെയുമല്ല ഈ മിഷനിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ചാവേറുകൾക്കും വേണ്ട പരിശീലനം നൽകിയതും ഇവർ രണ്ടുപേരും ചേർന്നായിരുന്നു.
അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇതിൽ ഒരു എസ്കേപ്പ് ഹാച്ചിനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ ജാപ്പനീസ് ഇമ്പീരിയൽ നേവിയുടെ ഒഫീഷ്യൽസ് പറയുകയുണ്ടായി. അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരുത്തോടു കൂടിയാണ് അവർ ആ പ്രപ്പോസൽ അംഗീകരിച്ചത്. പക്ഷേ ഡിസൈനിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നിഷിനയും കറോക്കയും ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അവർ പറഞ്ഞത് ഏതാണ്ട് 1 മീറ്ററിൽ താഴെ മാത്രം വ്യാസമുള്ള ഈ ടോർപിഡോയിലേക്ക് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് അവർ ആ സംഭവം ഡിസൈനിൽ കൺസിഡർ ചെയ്യുക പോലും ചെയ്തില്ല. മറ്റു ചിലവർ എന്തിനും തയ്യാറായി, അതായത് ജീവത്യാഗം ചെയ്യാൻ തയ്യാറായി നിന്ന നിഷിനയും കൊറോക്കയും മനഃപൂർവ്വം അത് ഒഴിവാക്കുകയായിരുന്നു എന്നാണ്. ഏതായാലും ഇതിനുള്ള വില ആദ്യം കൊടുക്കേണ്ടി വന്നത് ലഫ്റ്റനൻറ്റ് ഹിരോഷി കൊറോക്കിക്കായിരുന്നു. അതായത് ഈ കൈറ്റിൻ്റെ ഡിസൈനിങ്ങും നിർമ്മാണമൊക്കെ ഏതാണ്ട് പൂർത്തിയായി. നിഷിനയും കൊറോക്കയും കൂട്ടരും നിരന്തര പരിശീലനങ്ങളിലും ടെസ്റ്റിങ്ങിലും ഒക്കെ ഏർപ്പെട്ട് വരികയായിരുന്നു. അങ്ങനെ ഒരു ദിവസം, ആ ദിവസം കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ശാന്ത മഹാസമുദ്രം അശാന്തമായി ഇളകി മറിഞ്ഞു. അന്നത്തെ പരിശീലനം ഉപേക്ഷിക്കാം എന്ന് നിഷിന കൊറോക്കയോട് പറഞ്ഞു. പക്ഷേ കൊറോക്കി അതിന് തയ്യാറായിരുന്നില്ല. തനിക്ക് ചില കാര്യങ്ങൾ കൂടി ടെസ്റ്റ് ചെയ്ത് അറിയാനുണ്ടെന്നും അതിന് പറ്റിയ കാലാവസ്ഥയാണിതെന്നും പറഞ്ഞ് അയാൾ തൻ്റെ കൈറ്റനുമായി കടലിലേക്ക് മുങ്ങി. അധികം താമസിക്കാതെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട കൈറ്റൻ ഒരു പാറക്കൂട്ടത്തിലടിച്ച് കടലിൻ്റെ ആഴത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. അതിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു നോക്കിയെങ്കിലും കൊറോക്കയുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണ് ചെയ്തത്. ഒടുവിൽ അവർ സബ്മറീനിൽ നിന്ന് വിളിച്ച, അവർ കൈറ്റൻ എന്ന് ഓമനപ്പേരിട്ട് വിളിച്ച ആ ഇരുമ്പ് കുഴൽ കടൽത്തറയിൽ പതിച്ച് നിശ്ചലമായി. അപ്പോഴും അതിനുള്ളിൽ യാതൊരു പരിക്കും കൂടാതെ കുറോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു എസ്കേപ്പ് മെക്കാനിസം ഉണ്ടായിരുന്നെങ്കിൽ കുറോക്കിക്ക് അതിനുള്ളിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. പുറത്തേക്കുള്ള ഏക വാതിൽ അതിൻ്റെ മെയിൻ ഹാച്ചായിരുന്നു. പക്ഷേ കടലിനടിയിലെ അത്രയും ഉയർന്ന മർദ്ദത്തിൽ അത് തുറക്കുക എന്നത് മനുഷ്യനാൽ അസാധ്യമായിരുന്നു. ഏതായാലും മരണം മുന്നിൽ വന്നു നിന്നിട്ടും ഹിരോഷി കൊറോക്കിക്ക് ഒട്ടും ഭയം തോന്നിയില്ല. അയാൾ നിർഭയനായി ആ പേടകത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ മിഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ തുടങ്ങി. അതായത് ഈ മിഷനിലൂടെ അയാൾ കണ്ടെത്തിയ പുതിയ കാര്യങ്ങളും ഇനിയും ഈ കൈറ്റനിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ലഫ്റ്റനൻറ്റ് കൊറോക്കി വളരെ വിശദമായി ആ റിപ്പോർട്ടിൽ എഴുതി. തന്നെയുമല്ല, ഈ അപകടത്തിന് കാരണക്കാരൻ താൻ മാത്രമാണെന്നും നിഷീനെ ഉൾപ്പെടെ സകല ആൾക്കാരും കാറ്റും കോളും കണ്ട് കടലിലേക്ക് പോകരുത് എന്ന് തന്നെ വിലക്കിയതാണെന്നും ഈ അപകടം താൻ വിളിച്ചു വരുത്തിയതാണെന്നും അയാൾ ആ റിപ്പോർട്ടിൽ എഴുതി. ഒപ്പം ജപ്പാനിലെ സമുറായി പാരമ്പര്യം അനുസരിച്ച് മരണം ആസന്നമാണെന്നറിയാവുന്ന യുദ്ധങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പും പോരാളികൾ ഒരു കവിത എഴുതി ഒപ്പം സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിന് പ്രകാരം കൊറോക്കിയും ആ മരണപേടകത്തിനുള്ളിലിരുന്നു കൊണ്ട് മനോഹരമായ ഒരു കവിത എഴുതി അമരത്വത്തെ സ്വയം വരിച്ചു. പിന്നീട് 10 മണിക്കൂറുകൾക്ക് ശേഷമാണ് റെസ്ക്യൂ ടീം ഈ കൈറ്റൻ വീണ്ടെടുക്കുന്നത്. സഹോദരനെ പോലെ താൻ സ്നേഹിച്ച കൊറോക്കിക്കൊപ്പം അമേരിക്കൻ പടക്കപ്പലുകളുടെ നെഞ്ച് തകർത്ത് രക്തസാക്ഷിത്വം വഹിക്കാൻ കൊതിയോടെ കാത്തിരുന്ന സാക്കിയോ നിഷീനയ്ക്ക് ആ വേർപാട് സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം ഫിലിപ്പീൻസ് കടലിൽ കൈറ്റൻ എന്ന യുദ്ധോപകരണവുമായി ആദ്യ ചാവേറാക്രമണത്തിന് പുറപ്പെട്ട നിഷീന കുറോക്കിയുടെ ചിതാഭസ്മവും ഒപ്പം കൊണ്ടുപോയി. അങ്ങനെ 1944 നവംബർ 20 ഫിലിപ്പീൻസ് കടലിലെ ആഴങ്ങളിലൂടെ ജാപ്പനീസ് ഇമ്പീരിയൽ നേവിയുടെ I-47 സബ്മറീൻ 4 കൈറ്റനുകളെയും വഹിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. അവരുടെ ലക്ഷ്യം ഫിലിപ്പീൻസ് കടലിൽ നങ്കൂരമിട്ടിരുന്ന അമേരിക്കൻ കപ്പൽപ്പട, അമേരിക്കൻ ഫ്ലീറ്റ് ആയിരുന്നു. അങ്ങനെ ആ സബ്മറീനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് ലക്ഷ്യത്തിലേക്ക് ടോർപിഡോകളെ പോലെ ആ 4 കൈറ്റനുകളും കുതിച്ചു പാഞ്ഞു. അതിലൊന്നിൻ്റെ പൈലറ്റ് സീറ്റിൽ ലഫ്റ്റനൻറ്റ് സക്കയോ നിഷിനയും ഒപ്പം ഹിരോഷി കൊറോക്കിയുടെ ആത്മാവും ഉണ്ടായിരുന്നു. അവർ തുടക്കത്തിൽ നമ്മുടെ ഈ കൈറ്റനുകൾ ഏതാണ്ട് ടോർപിഡോകൾ പോലെ ടാർഗറ്റിലേക്കുള്ള ബയറിംഗ് സെറ്റ് ചെയ്ത് ഓട്ടോ പൈലറ്റ് മോഡിൽ ഫയർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിൽ ടോർപിഡോ പോലെ പാഞ്ഞു നീങ്ങുന്ന കൈറ്റനുകൾ ടാർഗറ്റിലേക്ക് എത്തുന്നതിന് ഏതാണ്ട് 1 കിലോമീറ്റർ മുൻപ് വെച്ച് ഈ ഹ്യൂമൻ പൈലറ്റുകൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അവിടെ വെച്ച് സർഫസ് ചെയ്യുന്ന കൈറ്റനുകൾ പെരിസ്കോപ്പുകളുടെ സഹായത്തോടുകൂടി ടാർഗറ്റിനെയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും നിരീക്ഷിച്ച് സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരുന്ന രീതിയിൽ ടാർഗറ്റിലേക്ക് അറ്റാക്ക് നടത്തുകയായിരുന്നു സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോൾ അറ്റാക്ക് നടക്കണം, ഏത് കപ്പലിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ കൈറ്റിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റ് തന്നെയായിരുന്നു. അങ്ങനെ അന്ന് നിഷീനയും ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 ചാവേറുകളും അവരവരുടെ കൈറ്റനുകളുമായിട്ട് അമേരിക്കൻ ഫ്ലീറ്റിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്തെത്തി. അവർ പെരിസ്കോപ്പ് ഉയർത്തി ചുറ്റുവട്ടം നിരീക്ഷിച്ചു. ആ പെരിസ്കോപ്പിലൂടെ നിഷീന കണ്ട കാഴ്ച അയാളുടെ മനസ്സ് കുളിർപ്പിച്ചു. അതായത് നിരവധി അമേരിക്കൻ കപ്പലുകൾ അയാൾക്ക് മുന്നിൽ നിരയിട്ട് കാത്തു കിടക്കുകയാണ്. അങ്ങനെ കൊതിയോടെ ആ കപ്പലുകളെ നിരീക്ഷിച്ചുകൊണ്ട് നിഷീന തിരഞ്ഞെടുത്തത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കപ്പൽ തന്നെയായിരുന്നു. അത് USS മിസിസിനോവ എന്ന ഓയിലർ ആയിരുന്നു.
പിന്നെ ഒട്ടും സമയം കളയാതെ നിഷിനെയും കൂട്ടരും ലക്ഷ്യത്തിലേക്ക് കുറിച്ചു. പക്ഷേ അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൈറ്റൻ കടലിനടിയിൽ രൂപപ്പെട്ടിരുന്ന ഒരു മണൽത്തിരയിലിടിച്ച് ഉഗ്ര സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചു. അതിശക്തമായ സ്ഫോടനം കടൽ പരപ്പുകളെ ഇളക്കി മരിച്ചു. അത് കേട്ട് അമേരിക്കൻ കപ്പലുകളിലുണ്ടായിരുന്ന നാവികർ ജാഗരൂകരായി. ചുറ്റുപാടുകൾ വളരെ കാര്യമായ രീതിയിൽ അവർ നിരീക്ഷിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും അവിടെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ഇതേസമയം കടലിനടിയിൽ നിഷിനെയും മറ്റ് 2 കൈറ്റനുകളും പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാതെ അവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ കുതിച്ചു. അപ്പോഴേക്കും പ്രതിരോധ നടപടികൾ പലതും അമേരിക്കൻ പടക്കപ്പലുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തന്നെയുമല്ല, ഈ ഫ്ലീറ്റ് നങ്കൂരമിട്ടിരുന്ന ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ മൈനുകളും ഡെപ്ത് ചാർജുകളും അതുപോലെ ടോർപിഡോ നെറ്റുകളും ഒക്കെ ഉപയോഗിച്ച് അമേരിക്കൻ നേവി ഓൾറെഡി സെക്യൂർ ആക്കിയിരിക്കുകയായിരുന്നു. ഏതായാലും അധികം താമസിക്കാതെ തന്നെ ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിഷിനിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കൈറ്റൻ കൂടി തകർക്കപ്പെട്ടു. ഇത്തവണ വില്ലനായത് അമേരിക്കൻ നേവി കടലിനടിയിൽ നിക്ഷേപിച്ചിരുന്ന ഡെപ്ത് ചാർജുകളായിരുന്നു. ഇതോടെ അമേരിക്കൻ നാവികർ വെടിക്കോപ്പുകളും മറ്റ് ആയുധങ്ങളുമായി തയ്യാറായി. പക്ഷേ അപ്പോഴും ശാന്തമായ കടൽപ്പരപ്പിൽ അവർക്ക് സംശയാസ്പദമായ കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഏതാണ്ട് ഈ സമയമായപ്പോൾ നിഷിനെയും ഒപ്പം ഉണ്ടായിരുന്ന അവസാന സബ്മറീനും ഏതാണ്ട് കപ്പലുകൾക്ക് അടുത്ത് തന്നെ എത്തിയിരുന്നു. തന്നെയുമല്ല, കടലിൻ്റെ ആഴം വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ നിഷിനെ ഒരിക്കൽ കൂടി സർഫസ് ചെയ്ത് പെരിസ്കോപ്പ് ഉയർത്തി തൻ്റെ ടാർഗറ്റിനെ വീക്ഷിച്ചു. ആ ഭീമാകാരൻ ഓയിലർ തന്നെ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നതായി തോന്നിയ ആ 24-കാരൻ സമുറായി തൻ്റെ കൂട്ടുകാരൻ്റെ ചിതാഭസ്മത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കി പുഞ്ചിരിച്ചു. നിഷിന പെരിസ്കോപ്പ് താഴ്ത്തി കടലിലേക്ക് മുന്നി. ഇനി പുറം ലോകവുമായി, പുറത്തെ കാഴ്ചകളുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. മുന്നിൽ ഇരുട്ട് മാത്രം. ലക്ഷ്യത്തെ മനക്കണ്ണിൽ കണ്ട് ഒരു മിന്നൽ പിണറായി അയാൾ മുന്നോട്ട് പാഞ്ഞു. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന ആ അവസാന കൈറ്റനും അമേരിക്കയുടെ കെണിയിൽപ്പെട്ടു. അതായത് അമേരിക്കൻ നേവി അവിടെ വിരിച്ചിരുന്ന ടോർപിഡോ നെറ്റിൽ നിഷിനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അവസാന കൈറ്റൻ പെട്ടു. അതിൽ നിന്നും രക്ഷപ്പെടാൻ കിണഞ്ഞ് പരിശ്രമിക്കവേ കൈറ്റൻ്റെ എഞ്ചിനിൽ നിന്ന് ഉയർന്ന പുകയും മറ്റും കടൽപ്പരപ്പിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി അമേരിക്കൻ കപ്പലുകൾ അവിടേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. നിമിഷ നേരം കൊണ്ട് ആ കൈറ്റൻ തകർന്ന് തരിപ്പണമായി. അപ്പോഴേക്കും കടലിനടിയിൽ നിഷീന തൻ്റെ ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ഇനിയും ഏതാനും ഹൃദയമിടിപ്പുകളുടെ അകലം മാത്രം. അയാൾ തൻ്റെ കൂട്ടുകാരനെ ഒരിക്കൽ കൂടി നോക്കി കണ്ണുകളടച്ചു. USS മിസിസിനോവ എന്ന ആ ഭീമാകാരൻ കപ്പൽ ഒരു അഗ്നിഗോളമായി മാറി. ആ പ്രകാശത്തിൻ്റെ അകമ്പടിയിൽ ആ 2 സമുറായി യോദ്ധാക്കൾ സ്വർഗവാതിൽ കടന്നു. ഏതായാലും ആ കപ്പലിലുണ്ടായിരുന്ന 65 നാവികരും കൊല്ലപ്പെട്ടു. ജപ്പാൻ്റെ ചാവേർപ്പടയായ ജാപ്പനീസ് സ്പെഷ്യൽ അറ്റാക്ക് യൂണിറ്റ് നടത്തിയ ഏറ്റവും സക്സസ്ഫുള്ളായ ചാവേർ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ദൂരെ നിന്നും ഈ സ്ഫോടനം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഇമ്പീരിയൽ നേവിയുടെ I-47 സബ്മറീനിലുള്ള നാവികർ വിചാരിച്ചത് അവിടെ നിന്നും പോയ ആ 4 കൈറ്റണുകളും ലക്ഷ്യം കണ്ടുവെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ നേവി ഒഫീഷ്യൽസിനെ വിളിച്ചറിയിച്ചത് അവരുടെ മിഷൻ അവർ വിചാരിച്ചതിലും സക്സസ് ആയി എന്നാണ്. അതുകൊണ്ട് തന്നെ നേവി പിന്നീട് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്തത് കൈറ്റണുകൾ അമേരിക്കൻ നേവിക്ക് നേരെയുള്ള ഏറ്റവും ശക്തമായ, ഏറ്റവും എഫക്റ്റീവായ ആയുധങ്ങളായാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ ധാരാളം കൈറ്റൻ മിഷനുകൾ ജാപ്പനീസ് ഇമ്പീരിയൽ നേവി പ്ലാൻ ചെയ്തു. ഏതാണ്ട് 100-ലധികം ചെറുപ്പക്കാർ, 100-ലധികം കൈറ്റനുകൾ ഇതിൻ്റെ ഭാഗമായി പ്രയോഗിക്കപ്പെട്ടു. പക്ഷേ ഇങ്ങനെ കൈറ്റനുകളായി പുറപ്പെട്ട ചാവേറുകളിൽ നിഷീന ഉൾപ്പെടെ വെറും 3 പേർക്ക് മാത്രമാണ് ലക്ഷ്യം കാണാൻ സാധിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കൈറ്റൻ അറ്റാക്കുകളുടെ ഭാഗമായിട്ട് 100-ലധികം ജാപ്പനീസ് യോദ്ധാക്കൾ മരണപ്പെടുകയുണ്ടായി. മറുവശത്ത് ഈ അറ്റാക്കിൻ്റെ ഫലമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 187 അമേരിക്കൻ സൈനികരാണ്, അമേരിക്കൻ നാവികരാണ് ഇങ്ങനെ കൈറ്റനുകളുടെ ആക്രമണം മൂലം കപ്പലുകൾ തകർന്ന് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കൈറ്റനുകൾ എന്ന് പറഞ്ഞാൽ തികച്ചും പരാജയമായിരുന്ന ഒരു ഐഡിയ തന്നെയാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു മിഷൻ തന്നെയാണ്. പക്ഷേ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ആ ജനത എന്നും തയ്യാറായിരുന്നുകൊണ്ടാണ് 2 അണുവിസ്ഫോടനങ്ങൾ നെഞ്ചിലേറ്റുവാങ്ങിയിട്ടും ഇന്നും ജപ്പാൻ ലോകത്തിൻ്റെ നെറുകയിൽ ഉദയസൂര്യനായി അഗ്നിനക്ഷത്രമായി ഉദിച്ചു നിൽക്കുന്നത്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.